നമുക്ക് ശരിക്കും ഇപ്പം നമുക്ക് നിലയിൽ ശരിക്കും കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട്. നിലവിൽ ആദ്യം തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും എല്ലാവിധ ആശംസകളും നേരും. പിന്നെ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് സ്റ്റോക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റും. ഇപ്പം ചെറിയ ബഡ്ജറ്റിലായാലും ഇപ്പം ലോ ബഡ്ജറ്റ്, ഹൈ ടിക്കറ്റ് എല്ലാ സൈസ് വണ്ടികളും നമുക്ക് നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഓരോ വണ്ടിയായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നമ്മളിന്ന് ആദ്യം പരിചയപ്പെടാൻ നമ്മുടെ വണ്ടി മാരുതിയുടെ പ്രീമിയം സെഗ്മെന്റ് ശരിക്കും പറഞ്ഞാൽ, അതായത് ഏറ്റവും കൂടുതലായിട്ട് ഇറങ്ങിയ ഒരു വണ്ടിയും നമുക്കൊരു യാത്ര കംഫർട്ട് എല്ലാം തരുന്ന ഒരു വണ്ടിയാണ്. സിയാസ് ആണ്. എല്ലാവർക്കും ഞാൻ വണ്ടി കാണുമ്പോൾ എല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. നമുക്കിത് വരുന്നത് 2017 മോഡൽ സിയാസ് ആണ്. സീറ്റേ ആണ് വേരിയന്റ് വരുന്നത്. 54,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്കകത്ത് വരുന്നില്ല. വണ്ടി ഈ കളറാണ് തന്നെ ഒരു അട്രാക്റ്റീവ് കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. വണ്ടി ഓവറോൾ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഫസ്റ്റ് അപ്പിയറൻസ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ലുക്കിലാണ് വണ്ടി നമുക്ക് നിലയിൽ കിടക്കുന്നത്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സീറ്റ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ലാസ്റ്റ് വേരിയന്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സിനും വണ്ടിക്കകത്ത് തരുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഇലക്ട്രോണിക് അഡ്ജസ്റ്റിംഗ് മിറർ, അലോയ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ അഡീഷണൽ ആയിട്ട് കസ്റ്റമർ ആണെങ്കിലും ഈ വണ്ടിക്കകത്ത് സീറ്റ് കവർ പോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സെഡാൻ ടൈപ്പ് വണ്ടിക്കകത്ത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5,60,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ എടുക്കാവുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് പരിചയപ്പെടാൻ പോണ വണ്ടി മാരുതിയുടെ 7 സീറ്റ് സെഗ്മെന്റിൽ ഇറങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാവിധ പ്രൗഢിയോടും കൂടി നിലനിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. എർട്ടിഗയാണ് വണ്ടി വരുന്നത്. ഇത് നമ്മുടെ 2019 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സ്മാർട്ട് ഹൈബ്രിഡാണ് വണ്ടി വരുന്നത്. മാഗ്മാഗ്രയാണ് കളർ. ഏറ്റവും കൂടുതൽ റോഡിൽ കാണുന്ന ഒരു കളർ മാഗ്മാഗ്ര തന്നെയാണ്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ 54,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് കാരണം തന്നെ വണ്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. നമുക്ക് റേറ്റ് വരുന്നത് 8,35,000 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ വരുന്ന വണ്ടി തന്നെയാണ്. പിന്നെ വണ്ടിയുടെ ഫീച്ചേഴ്സ് നോക്കിയാൽ അറിയാം. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ വരുന്ന ഒരു മോഡൽ തന്നെയാണ് വരുന്നത്. ഒരു 7 സീറ്റ് എന്ന നിലയ്ക്ക് നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പെട്രോളിൽ ഹൈബ്രിഡ് വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് തരുന്ന ഒരു പെർഫോമൻസ് ഉള്ള വണ്ടി തന്നെയാണ് എർട്ടിഗ വരുന്നത്. 2019 മോഡൽ 20 രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. ശരിക്കും എക്സസ് എന്ന് പറയുന്നത് നമ്മുടെ നെക്സ കാറ്റഗറിക്കകത്ത് വരുന്ന പ്രീമിയം വണ്ടിയിൽ 6 സീറ്റ് ആണ്. എക്സസിന്റെ പേര് തന്നെ വണ്ടി വരുന്നത്. 6 സീറ്റ് വണ്ടിയാണ് നമുക്ക് വരുന്നത്. നമുക്ക് നല്ല കിടക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് 2019 വണ്ടി 20 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. നല്ല നമ്പറൊക്കെയാണ് നമുക്ക് വണ്ടിക്കകത്ത് വരുന്നത്. പിന്നെ 53,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് കാണുന്നൊന്നും വണ്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. ശരിക്കും എക്സസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വണ്ടിയുടെ ഇന്ത്യയിൽ നോക്കിയാലും എക്സ്റ്റീരിയൽ നോക്കിയാലും ഒരുപാട് നമുക്ക് സ്പോർട്ടി ലുക്കുകൾ തരുന്നുണ്ട്. ഗ്ലാഡിംഗ് ആയാലും ക്രോം ഗ്രില്ലാണെങ്കിലും അങ്ങനെ ഒരുപാട് സ്റ്റൈലിഷ് ലുക്ക് തരുന്ന വാഹനം തന്നെയാണ്. ഇതിന്റെ സീറ്റിംഗ് ആണ് ഏറ്റവും വലിയ കംഫർട്ട്. നമുക്ക് നമ്മുടെ സെൻട്രൽ പോർഷൻ സീറ്റ് വരുന്നത് ക്യാപ്റ്റൻ സീറ്റ് ആണ് വരുന്നത്. ബിസിനസ് പർപ്പസ് സീറ്റാണ് ശരിക്കും. നമുക്ക് അതിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കൊരു നമ്മളൊരു 7 സീറ്റ് വണ്ടി ഇരിക്കുന്ന പോലെയല്ല. നമുക്ക് സീറ്റ് ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു എല്ലാവിധ യാത്രയുടെ കംഫർട്ടും നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ വണ്ടിയാണല്ലോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. ഇപ്പം ഈ വണ്ടിക്കകത്ത് പറയുകയാണെങ്കിൽ നമുക്ക് വണ്ടിക്ക് സ്റ്റൈലിഷ് ലുക്ക് കിട്ടാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ റൂഫ് റെയില്, ഈ ഗ്ലാഡിങ്സ്, പിന്നെ ക്രോം ഗ്രില്ല്, അങ്ങനെയുള്ള പിന്നെ പുറകത്തെ ടെയിൽ ലാംപ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ വണ്ടിക്ക് വളരെ ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മാരുതി ഇറങ്ങിയ സെഗ്മെന്റ് നല്ലൊരു വാഹനം തന്നെയാണ് എക്സസ് വരുന്നത്. നമുക്കിതിനകത്ത് റേറ്റ് വരുന്നത് 2019-20 മോഡൽ വണ്ടി 54,000 കിലോമീറ്റർ വണ്ടിക്ക് നമുക്ക് കമ്പനി സീറ്റായ വേരിയന്റ് ആണ് വരുന്നത്. അതിനകത്ത് കമ്പനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 8,30,000 രൂപയെ ചോദിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പുതിയ വണ്ടി റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 14 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരുന്ന വണ്ടി തന്നെയാണ്. അപ്പം എല്ലാ രീതിയിലും വെൽ മെയിൻറ്റൈൻഡ് വണ്ടി തന്നെയാണ്. അജീഷ് ഭായ്, അപ്പം നമ്മൾ കുറച്ച് പ്രൈസ് കുറഞ്ഞ റേറ്റ് ഉള്ള വണ്ടിയോടെ നമുക്ക് വീഡിയോ കൊടുക്കാം. പിന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടു വരുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ അല്ലേ? നമ്മൾ പ്രൈസ് ഡിസ്കൗണ്ട് എടുക്കാം, പ്രൈസ് ഡിസ്കൗണ്ട് കൊടുക്കാം. ഓക്കെ, ആക്സസറീസ് ആയിട്ട് വേണ്ട അങ്ങനെ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ചെയ്ത് തരാം. ഓക്കെ, അപ്പം ബഡ്ജറ്റ് റേറ്റ് കുറഞ്ഞ പ്രൈസ് ഉള്ളതോടെ നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചേക്കാം. നമ്മൾ അടുത്ത പരിചയപ്പെടാൻ വാഹനം ഹ്യുണ്ടയുടെ ഏറ്റവും കൂടുതൽ ക്ലിക്കായ ഒരു മോഡലാണ് എലൈറ്റ് i20 എന്ന് പറയുന്നത്. i20 തന്നെ ക്ലിക്കാണ്. അപ്പൊ അതിൻ്റെ എലൈറ്റ് മോഡൽ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടായിട്ടുള്ള വണ്ടിയാണ്. കുറച്ച് വലുപ്പമൊക്കെ തോന്നുന്നതാണ്. ഒരു പ്രീമിയം ലുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ രീതിയിലും ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത് കൊടുത്തൊരു വണ്ടിയാണ് നമുക്ക് എലൈറ്റ് i20 വരുന്നത്. ശരിക്കും നമുക്ക് നിലവിൽ കിടക്കുന്ന സ്റ്റോക്കിൽ നിന്ന് 2015 മോഡൽ എലൈറ്റ് i20 ആണ്. എറ എന്നുള്ള വേരിയന്റ് ആണ്, ബേസ് വേരിയന്റ് ആണ്. ബേസ് വേരിയന്റ് ആണെന്ന് നിന്നാൽ പോലും വണ്ടിക്കകത്ത് 2 പവർ വിൻഡോയും ഒരു
ബാക്കിയുള്ള വീൽ ക്യാപ്പ്, ബോഡി കളർ എല്ലാം വേറെ. 15 മോഡലാണ്, ഓണർഷിപ്പ് സെക്കൻഡ് ആണ്, 59 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്കകത്ത് വരുന്നില്ല. ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യാം. വണ്ടി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇങ്ങനെ ഓപ്പണായി കാണിക്കാൻ പറ്റും. സീറ്റ് കയറ്, ഫോർമാറ്റ് ഇതെല്ലാം തന്നെ കസ്റ്റമർ അഡീഷണൽ ആയിട്ട് നമ്മൾ വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടയറൊക്കെ നോക്കിയാൽ എല്ലാ ടയറും നല്ല ടയറാണ്. മേജർ ആക്സിഡന്റ് കാണുന്ന വണ്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. ശരിക്കും ഇതിന്റെ നമുക്ക് റേറ്റ്, നമ്മൾ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3,65,000 രൂപയുള്ള ആസ്കിംഗ് പ്രൈസ്. 2015 മോഡലല്ലേ i20 ആണ്. ശരിക്കും എല്ലാവരും ഒരു എൻക്വയറി കൂടുതലായിട്ട് ചെയ്യുന്നൊരു വാഹനം തന്നെയാണ്. 100% വിശ്വസനീയമായ വണ്ടി എടുക്കാം. മേജർ ആക്സിഡന്റോ അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റോ വെഹിക്കിളോ അങ്ങനെയൊന്നുള്ള വണ്ടിയല്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ ഏതൊരു വണ്ടിക്കകത്തും ഈ പറഞ്ഞ കാര്യങ്ങൾ, മേജർ ഷെല്ലിന് ആക്സിഡന്റ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റോ ഉണ്ടാവില്ല. പിന്നെ ഓണർഷിപ്പ് പറയുന്ന ഓണർഷിപ്പ് വളരെ കറക്റ്റ് തന്നെയായിരിക്കും. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ മെയിൻ്റെനൻസ് എല്ലാം ചെയ്ത് നമ്മൾ ഏതൊരു കസ്റ്റമർ വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഫാമിലിക്ക് ആണെങ്കിലും വണ്ടി എടുക്കുമ്പോഴത്തേക്ക് 100% നമുക്ക് ഒരു യൂസ്ഡ് കാർ എടുക്കുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്. നല്ല വാഹനങ്ങൾ നമുക്ക് ലഭിക്കുമോ, നമുക്ക് ഒരുപാട് പണികളുള്ള വണ്ടികൾ ലഭിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് മുന്നോട്ട് ഉണ്ടാകുമോ. അപ്പം പ്രസന്റ് കണ്ടീഷൻ നമുക്കുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ തീർത്ത് ഒരാൾക്ക് പെട്ടെന്നൊരു ഒരുപാട് പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരുന്ന വർക്കുകളൊക്കെ നമ്മളോട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ അടുത്ത ആൾക്കാർക്ക് ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പം ഒരു 99% നമ്മളൊരു ഷുവർട്ടി ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോണ വാഹനം മാരുതിയുടെ ഓൾട്ടോ K10 ആണ്. ഓൾഡ് മോഡൽ ഓൾട്ടോ K10 ആണ്. ഒരുപാട് ആൾക്കാർ എൻക്വയറി നടത്തുന്ന ഒരു വണ്ടി തന്നെയാണ് ഓൾട്ടോ K10 വരുന്നത്. 1000 cc ആണ് വണ്ടിക്കകത്ത് വരുന്നത്. പിന്നെ വണ്ടി ഒരു ചെറിയ വണ്ടിക്കകത്ത് നല്ല സ്പേസ്, അത്യാവശ്യം പവർ, നല്ല സ്റ്റൈലിഷ് ലുക്ക് എല്ലാം കൊടുക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഓൾട്ടോ K10. ഒരുപാട് റൂട്ടിൽ കണ്ടിരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. നമുക്ക് നമ്മളുടെ വാഹനം വരുന്നത് 2010 മോഡലാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. റീസെന്റ് നമുക്ക് റിന്യൂവേഷൻ കഴിഞ്ഞൊരു വണ്ടിയാണ്. നെക്സ്റ്റ് 2030 വരെ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ പേപ്പർ വാങ്ങലും ലൈവാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വണ്ടി ആ കൂടെ ഓടിക്കുന്ന കിലോമീറ്റർ 74,000 ഇങ്ങോട്ട് മാത്രമാണ് വാഹനം ഓടിയിരിക്കുന്നത്. എല്ലാ ടയറും പുതിയ ടയർ തന്നെ നമുക്ക് പറയുന്ന ടയർ തന്നെയാണ് വണ്ടിക്കകത്ത് കിടക്കുന്നത്. ടെസ്റ്റിംഗ് കഴിഞ്ഞാൽ തന്നെ വണ്ടി എല്ലാ രീതിയിലും വേറെ പെയിന്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യകതകളൊന്നും തന്നെ വരുന്നില്ല. VXi ആണ് വേരിയന്റ് വരുന്നത്. ഒരു ചെറിയ ഫാമിലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ വാഹനം, ഒരു 30 വരെ പേപ്പറിലോ വാഹനം, ലൈവായിട്ട് പേപ്പറിലോ ആണ് നമുക്ക് ശരിക്കും 1,55,000 നമുക്ക് ഇവിടെ നിന്ന് ഈ വാഹനം തരാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. 2018 മോഡല് ഇഗ്നീസ് ആണ്. മാരുതിയുടെ ശരിക്കും പറഞ്ഞാൽ റോഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വാഹനം, ഒരു സ്പോർട്ടി ലുക്കുള്ള ഒരു വാഹനമാണ് ഇഗ്നീസ് വരുന്നത്. കുറച്ച് ഹൈടെക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി കുറച്ച് സ്റ്റൈലിഷ് ലുക്ക് വരുന്നുണ്ട്. നമുക്കിത് വരുന്നത് 18 മോഡൽ സിഗ്മ വേരിയന്റ് ആണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഓടിക്കുന്ന കിലോമീറ്റർ ഏകദേശം 78,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിരിക്കുന്നത്. മേജർ ആക്സിഡന്റ് ആയുള്ള തന്നെ വണ്ടി ഉണ്ടായിട്ടില്ല. പിന്നെ ഗ്രേ കളർ, വണ്ടിക്ക് ഒരു പ്രത്യേക ലുക്ക് വരുന്ന ഒരു കളർ തന്നെയാണ് ഗ്രേ കളർ. പിന്നെ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ ടയറും അത്യാവശ്യം നല്ലൊരു 80%ഓളം ത്രെഡ് വരുന്ന ടയറാണ് വണ്ടിക്കകത്തുള്ളത്. വണ്ടിക്ക് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വേണ്ട എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വണ്ടിക്കകത്തുണ്ട്. ഇപ്പോൾ ഒരു സീറ്റ് കവർ ആണെങ്കിലും സ്പോയിലർ ആണെങ്കിലും ഓഡിയോ സിസ്റ്റം ആണെങ്കിലും ഒക്കെ തന്നെ എല്ലാം തന്നെ വണ്ടിക്കകത്തുണ്ട്. ഫോർമാറ്റ് അടങ്ങുന്ന എല്ലാ കാര്യങ്ങളും, സ്റ്റിയറിംഗ് കവർ, ഡോർ ബീഡിങ്സ്, ഡോർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തിട്ട് എക്സ്ട്രാ ചെയ്യേണ്ടതായ ഒരു കാര്യങ്ങളും വരുന്നില്ല. എല്ലാം നമുക്കൊരു സ്റ്റൈലിഷ് ലുക്ക് തരുന്ന തന്നെ ഒരു സ്റ്റാൻഡേർഡ് രീതിയിലാണ് ആക്സസറീസ് എല്ലാം വണ്ടിക്ക് ട്രീറ്റ്മെന്റ് ആക്കിയിരിക്കുന്നത്. ഏകദേശം നമുക്ക് റേറ്റ് വരുന്നത് 18 മോഡൽ വണ്ടിക്ക് നമുക്ക് ഏകദേശം റേറ്റ് വരുന്നത് 4,45,000 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് വരുന്ന മോഡൽ തന്നെയാണ്. ഇത് ശരിക്കും 2000 ചെറിയ വാഹനം നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇവൻ നല്ലൊരു വാഹനമാണ്. 2012 മോഡൽ വാഹനമാണ്. നമുക്കിവിടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,45,000 രൂപ ആസ്കിംഗ് പ്രൈസ് വന്നുള്ളൂ. ഒരു സ്റ്റൈലിഷ് കളർ തന്നെയാണ് വണ്ടി വരുന്നത്. നെക്സ്റ്റ് തന്നെ ഇയോൺ തന്നെയാണ്. 2011 മോഡൽ വാഹനമാണ്. ഓണർഷിപ്പ് തേർഡാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കുറവുണ്ടായിരിക്കും. 97,000 രൂപ നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നുള്ളൂ. നല്ലൊരു വാഹനം തന്നെയാണ്. പിന്നെ ഇത് ഓൾട്ടോ ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ്. 2012 മോഡൽ ഓൾട്ടോ ആണ്. പക്ഷേ കിലോമീറ്റർ വളരെ കുറവ്, 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. റേറ്റ് നമുക്ക് വരുന്നത് ഏകദേശം 1,60,000 വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നുള്ളൂ. 2021 മോഡൽ ഈക്കോയാണ് നമ്മൾ നെക്സ്റ്റ് പരിചയപ്പെടുന്ന വാഹനം. ചങ്ങനാശ്ശേരി രജിസ്ട്രേഷൻ വരുന്നത്. 5 സീറ്റ് AC ആണ് വണ്ടി വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. വെറും 16,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി റൺ ചെയ്തിരിക്കുന്നത്. 21 ലാസ്റ്റ് ആണ് വണ്ടി വരുന്നത്. ഈക്കോ ശരിക്കും ആൾക്കാർ ഒരുപാട് എൻക്വയറി നടത്തുന്ന ഒരു വണ്ടിയാണ്. ഇത് ന്യൂ മോഡൽ വണ്ടി, BS6 വാഹനമായതുകൊണ്ട് തന്നെ ഈ വണ്ടിക്കകത്ത് എയർ ബാഗും ABS ഒക്കെ വരുന്ന വണ്ടി തന്നെയാണ്. പിന്നെ കസ്റ്റമർ ആളുടെ സീറ്റ് കവറും സെൻട്രൽ ലോക്കും എല്ലാം എക്സ്ട്രാ ഫുഡ് സ്റ്റെപ്പ് അങ്ങനെയുള്ള എക്സ്ട്രാ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മോഡൽ തന്നെയാണ്. ഒരു സാധാരണ കൊമേഴ്സ്യൽ യൂസ് ആണ് ആൾക്കാർ ഉപയോഗിക്കുക. പക്ഷേ ഇതൊരു ഫാമിലി യൂസ് ആണ്. അത് വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് റേറ്റ് കാണുമ്പോൾ തന്നെ വണ്ടി മനസ്സിലായി, വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നാൽ 3,80,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. കിലോമീറ്റർ വളരെ കുറവ് ഓടിയതുകൊണ്ട് തന്നെയാണ് റേറ്റിൽ കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ നല്ലൊരു വാഹനമാണ്. എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് വെൽ മെയിൻറ്റൈൻഡ് വണ്ടി തന്നെയാണ്. ധൈര്യമായിട്ട് എടുക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് ഇത് വരുന്നത്. ഓക്കെ.